ഹായ്, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് ക്ലാസ്സാണെന്ന്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് MISൻ്റെ മോഡൽസുകളാണ്. ഓൾറെഡി 3 ടൈപ്പ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തത് TPS, രണ്ടാമത്തത് DSS, മൂന്നാമത്തത് GDSS. ഇന്ന് വേറെ ഒരു 3 ടൈപ്പ് MIS നമ്മൾ പഠിക്കാൻ പോവാണ്. അതിലൊന്നാമത്തതാണ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം, EIS എന്ന് പറയും. ആ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്സിക്യൂട്ടീവ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ സെൻറ്റൻസ് നോക്കുക. എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം ആർ ഡിസൈൻ ടു മീറ്റ് ദ ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ് ഓഫ് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ്. The system provides valuable information and assistance to the top level executive. It does this by providing easy access to important data needed to achieve its strategic goal in an organization. An EIS normally featured graphical display on an easy to use interface. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം EIS എന്ന MIS ഉപയോഗിക്കുന്നത് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആണ്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്, ഒരു MIS ആണ് EIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ടോപ്പ് ലെവലിലുള്ള എക്സിക്യൂട്ടീവ്സിന് ഇൻഫർമേഷൻസ് ഒരുപാട് വലിയ റിപ്പോർട്ടുകളും കാര്യങ്ങളും ആയി കൊടുത്തു കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്ത് ഡിസിഷൻസ് എടുക്കാൻ ഒരുപാട് ടൈം വേണ്ടി വരും. അവരെ സംബന്ധിച്ച് വളരെ ടൈം കുറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റാസൊക്കെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ക്വിക്കായിട്ട് അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആണ് ഉപയോഗിക്കുന്നത് ഇൻഫർമേഷനെ നല്ല രീതിയിൽ ഡിസ്റ്റൻസ് നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Executive information system is a computer-based system that serves the information that needed to various top executive. It provides very rapid access to the timely information and also offer the direct access to the different management reports. നെക്സ്റ്റ് പറയുന്ന പോയിൻ്റ് എന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊരു ഫീച്ചറാണ്. അതായത് എപ്പോഴാണോ ആവശ്യമുള്ളത് റാപ്പിഡ് ആക്സസ് ആണ്, എപ്പോഴാണ് ആവശ്യമുള്ളത് അത് സമയത്ത് എടുക്കാൻ പറ്റും. അതേപോലെ ടൈംലി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് EIS. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. An executive information system, EIS, is an information system at the strategic level of an organization designed to address unstructured decision making through advanced graphics and communications. അഡ്വാൻസ്ഡ് ഗ്രാഫിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണിത് EIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ ഫീച്ചറും ഒറ്റയടിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം, അതിൻ്റെ പ്രത്യേകതകൾ. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻ ടു ഹയർ ലെവൽ മാനേജ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ഉപയോഗിക്കുന്നത് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഉദ്ദേശിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ EIS എന്ന സോഫ്റ്റ്വെയർ ഉദ്ദേശിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം ഈസ് നോട്ട് മെൻറ്റ് ഫോർ മിഡിൽ ഓർ ബോട്ടം ലെവൽ മാനേജ്മെൻറ്റ്. ഇറ്റ് ഇസ് എ പ്രൈമറി ഡിസൈൻ ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഹൈ ലെവൽ മാനേജ്മെൻ്റ് ആണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്നുണ്ടെങ്കിൽ പെർവസീവ് ഇൻ നേച്ചർ. ദ ഇൻഫർമേഷൻ ജനറേറ്റഡ് ഫ്രം എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം ഈസ് നോട്ട് മെൻറ്റ് ഫോർ പെർട്ടിക്കുലർ ഫങ്ഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ, റാദർ ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് എൻ്റയർ ഓർഗനൈസേഷൻ. ഇതിൽ കൊടുക്കുന്ന ഇൻഫർമേഷന് ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ ഏരിയയിൽ ഒരു ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഒതുങ്ങി ചേരുന്നതല്ല. അതായത് ഒരു HR ഡിപ്പാർട്ട്മെൻറ്റോ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം ഉള്ള ഇൻഫർമേഷൻ അല്ല എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ EISൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻ്റയർ ഓർഗനൈസേഷൻസിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും EISൽ കൊടുക്കുന്നുണ്ട്. കാരണം ഡിസിഷൻസ് എടുക്കുന്നത് ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റോ കാര്യങ്ങളോ അല്ല, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ്. അവർ നല്ല രീതിയിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ഡാറ്റേഴ്സും ഇവർ അനലൈസ് ചെയ്യും. തേർഡ് ഫീച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംഫസിസ് ഓൺ എക്സ്റ്റേണൽ ഡാറ്റ. നമുക്കറിയാം ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ഡാറ്റ നമുക്ക് ആവശ്യമാണ്, ഇൻറ്റേർണലും അതുപോലെ എക്സ്റ്റേണൽ ഡാറ്റയും.
ഇൻറ്റേർണൽ ഡാറ്റ പറഞ്ഞാൽ മിക്കവാറും കമ്പനി ഫയല് കാര്യങ്ങൾ, കമ്പനീൻ്റെ റെക്കോർഡ്സ് കാര്യങ്ങളായിരിക്കും. എക്സ്റ്റേണൽ നമ്മൾ ജസ്റ്റ് നോക്കിച്ച് നോക്കാം. ഹയർ ലെവൽ മാനേജ്മെൻറ്റ് മേക്ക് യൂസ് ഓഫ് external data considerable comparison to internal data. While external data is related to customers, external data ആരൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ, സപ്ലയേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ഗവൺമെൻറ് പോളിസീസ്, ഇതെല്ലാം കമ്പനീൻ്റെ പുറത്തുള്ള എക്സ്റ്റേണൽ ഡാറ്റാസാണ്. അതെല്ലാം ഈ ഒരു സിസ്റ്റത്തിൽ കിട്ടും. പ്ലസ് ഇൻറ്റേർണൽ ഡാറ്റ ഓൾസോ അവൈലബിൾ. ഓർഗനൈസേഷൻ്റെ റെക്കോർഡ്സ്, ഫയല് കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. നാലാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഇൻ എ സമ്മറി ഫോം. ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്സിക്യൂട്ടീവ് EIS ഉപയോഗിക്കുന്നത് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആണ്. അവർക്ക് ഈച്ച് ആൻഡ് എവറി റിപ്പോർട്ട് നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷനൊക്കെ സമ്മറി ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോട് കൂടിയിട്ട് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് റിപ്പോർട്ടുകളും കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഫീച്ചറാണ് ഇൻഫർമേഷൻ്റെ സമ്മറി ഫോം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ കോമ്പണൻസ് ആണ്. കോമ്പണൻസ് ഓഫ് ആൻ EIS. മെയിൻലി ഈ കാണുന്ന 3 കോമ്പണൻസ് ഉള്ളൂ. ഒന്നാമത്തെ ഹാർഡ്വെയർ ആണ്, രണ്ടാമത്തെ സോഫ്റ്റ്വെയർ, മൂന്നാമത്തെ മോഡൽസ് ആൻഡ് ഗ്രാഫിക്സ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, അത്രയാണ്. അതായത് ഇതിന് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഏതാണോ അതിനെ പറയുന്ന പേരാണ്. EIS വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ, അതിനാണ് ഇത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയസ് സോഫ്റ്റ്വെയർ പാക്കേജസ് ആർ അവൈലബിൾ സപ്പോർട്ട് EIS. എക്സിക്യൂട്ടീവ് വർക്ക് സ്റ്റേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ മെയിൻ ഫ്രെയിം ഓൺ ദ മിനി കമ്പ്യൂട്ടർ സിസ്റ്റം ആക്സസ്. സിമ്പിളാണ്. അതായത് അതിന് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും, EISന് ഉപയോഗിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചെറിയ സോഫ്റ്റ്വെയറുകളും ഉണ്ടായിരിക്കും. മൂന്നാമത്തെ കോമ്പണൻ്റ് ആണ് മോഡൽസ് ആൻഡ് ഗ്രാഫിക്സ്. അതായത് നമ്മൾ പറഞ്ഞു ഡാറ്റ കാര്യങ്ങളെല്ലാം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എളുപ്പത്തിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് മോഡൽസ് അതേപോലെ ഗ്രാഫിക്സ് ഒക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഈ ഒരു 3 കോമ്പണൻ്റാണ് EISനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ബെനഫിറ്റ്സുകൾ എന്തൊക്കെയാണ്. ബെനഫിറ്റ്സ് ഓഫ് എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റം. ഒന്നാമത്തത് ഫ്ലെക്സിബിലിറ്റി. എ റിയൽ വാല്യൂ ഓഫ് EIS ഫൗണ്ട് ഇൻ ദെയർ ഫ്ലെക്സിബിലിറ്റി. ദ സിസ്റ്റം പ്രൊവൈഡ്സ് ഡാറ്റ ആൻഡ് ടൂൾ വിതൗട്ട് പ്രിസ്ക്രൈബിംഗ് എനി സൊല്യൂഷൻ. Executive can use the EIS to address his problems and free to use the information his own way to reach the fruitful solutions. EIS വളരെ ഫ്ലെക്സിബിളാണ്. ആരാണോ ഉപയോഗിക്കേണ്ടത് അവർക്ക് എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത് EIS. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗം വളരെ ഫ്ലെക്സിബിളാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അടുത്തത് റെഡ്യൂസ് ഇൻഫർമേഷൻ ഓവർലോഡ്. ഇൻഫർമേഷൻ ഒന്നായിട്ട് ഓവർലോഡായി കിടക്കില്ല. EIS is much useful to reduce the problem of information overload faced by executive. They use the graphics allow to the users to go through the data and less time with a greater clarity than paper-based information system in the past. It's take days, weeks and get the certain information executives. അതായത് ഇൻഫർമേഷന് ഓവർലോഡ് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീച്ചറായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാഫിക്കൽ ഫോർമാറ്റിലാണ്. നേരെ മറിച്ച് ഒരു കമ്പനീൻ്റെ ഒരുപാട് ഡാറ്റാസും റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ശേഷം എല്ലാ ഫയലും അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈം ഒരുപാട് കൂടും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വളരെ എളുപ്പത്തിൽ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ സമ്മറി ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. Next, ability to analyze and compare. The most important benefits of EIS is to ability to analyze, compare, highlight trends. വളരെ അതായത് കമ്പനീൻ്റെ പാസ്റ്റ് പെർഫോമൻസ് അതുപോലെ കറണ്ട് പെർഫോമൻസ് പിന്നെ ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും എല്ലാ ഡാറ്റാസും കാര്യങ്ങളും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഗ്രാഫിക്കൽ ഫോർമാറ്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാനും കമ്പയർ ചെയ്യാനും സാധിക്കും. എങ്ങനെയുണ്ട് അതിൻ്റെ ട്രെൻഡ് പോകുന്നതെന്നുള്ളതും സെയിൽസിൻ്റെ ട്രെൻഡോ മാർക്കറ്റിൻ്റെ ട്രെൻഡോ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതെല്ലാം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആകുമ്പോൾ ഒന്നുകൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന മോണിറ്ററിങ് ആൻഡ് പെർഫോമൻസ്. EIS is also much useful to executive in monitoring the performance in their respective areas.
The availability of data in the right time help to executive not only to identify the problem but also result and an action at the earliest problem can handle before become more serious. അതായത് എക്സിക്യൂട്ടീവ്സിന് വളരെ നല്ല രീതിയിൽ അവരെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ കൂടി പറ്റും. ഒരു പ്രോബ്ലം കിട്ടിയത് അത് അനലൈസ് ചെയ്യാൻ മാത്രമല്ല, ഇൻ കേസ് എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ തന്നെ ഈ റിപ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് സീരിയസ് ആകുന്നതിന് മുന്നേ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇംപ്രൂവ് പെർഫോമൻസ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് വെൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി കൂടുമ്പോൾ എല്ലാ കമ്പനീൻ്റെ ഓവറോൾ ഫങ്ഷൻ എന്താവും, എഫിഷ്യൻസി കൂടും. ഇതാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ പറ്റി നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കോമ്പണൻസ് പറഞ്ഞു, ഫീച്ചേഴ്സ് പറഞ്ഞു, പിന്നെ അതിന് ശേഷം അതിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പേർട്ട് സിസ്റ്റം. ആ പേര് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പേർട്ടുകൾ അറിയില്ല നിങ്ങൾ, എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ നോളജ് ഉള്ള ആൾ, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ, അതാണ് എൻ്റെ എക്സ്പേർട്ട് സിസ്റ്റം. അപ്പോൾ അതാണ് എക്സ്പേർട്ട് അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത്. ഇനി ഇവിടെ എന്താ പറയുന്നത് നമ്മൾ നോക്കാം. ആൻ എക്സ്പേർട്ട് സിസ്റ്റം ഈസ് എ നോളജ് ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം. The system utilizes its knowledge in a specific area and provides suggestions to the users. The system uses the rules to express logic of the problem being solved. In doing so, expert system imitates the human knowledge in a limited domain. അതായത് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈലി ടാലൻ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ചിന്തിക്കുന്ന പോലെ, അതായത് ഇതിനുള്ളിൽ ഓൾറെഡി ഒരുപാട് പ്രോഗ്രാംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് സോൾവ് ചെയ്യാമെന്ന് ഓട്ടോമാറ്റിക്കലി ഇതിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതായത് എൻ്റയർ കമ്പനീൻ്റെ എല്ലാ ആക്ഷൻസും നടക്കില്ല, ചില ഭാഗങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സെയിൽ നടന്നിട്ടുള്ള ഒരു ഫയല് നമ്മളൊരു കമ്പനിയിൽ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിനെ ഡെബിറ്റോ ക്രെഡിറ്റോ എന്താ ചെയ്യുക, ഏതൊക്കെ എൻട്രീസിലാണ് നമ്മളത് എൻ്റർ ചെയ്യേണ്ടത് എന്ന വിവരങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇതൊരു ഉദാഹരണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അതാണ് എന്ത് എക്സ്പേർട്ട് സിസ്റ്റത്തിന് ഒരു ഉദാഹരണം. അപ്പോൾ അതുപോലെ എന്തെങ്കിലും പ്രോബ്ലം സോൾവിങ്ങിന് ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവും. അതിൻ്റെ ബേസിൽ ഒരു ഹ്യൂമനെ പോലെ ലോജിക്കലി അവർ തിങ്ക് ചെയ്തിട്ട്, അതായത് അതിനുള്ളിലുള്ള ഒരുപാട് ഇൻഫർമേഷനാണ് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അവർ തിങ്ക് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് എന്ത് എക്സ്പേർട്ട് സിസ്റ്റം. പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിങ്ങിന് യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ് എക്സ്പേർട്ട് സിസ്റ്റം. ലോഡ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ആൻ എക്സ്പേർട്ട് സിസ്റ്റം ഈസ് എ നോളജ് ഇൻറ്റൻസീവ് പ്രോഗ്രാം ദാറ്റ് സോൾവ് എ പ്രോബ്ലം ബൈ ക്യാപ്ചറിങ് ദ എക്സ്പെർട്ടൈസ് ഓഫ് ഹ്യൂമൻ ഇൻ ലിമിറ്റഡ് ഡൊമൈൻസ് ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. വളരെ കുറഞ്ഞ നോളജ് എക്സ്പീരിയൻസ് അവർ ഉപയോഗിച്ചിട്ട് അതിനുള്ളിൽ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഐഡിയാസ്, നോളജ് ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ക്യാപ്ചർ ചെയ്യും. അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കും. ആ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് എന്ത് എക്സ്പേർട്ട് സിസ്റ്റം. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എൻ്റയർ ഓർഗനൈസേഷന് മൊത്തത്തിൽ എക്സ്പേർട്ട് സിസ്റ്റം വെച്ചിട്ട് പ്രോബ്ലം സോൾവിങ് കൊടുക്കാൻ കഴിയില്ല. ഒരു സ്പെസിഫിക് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് എന്ത് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. പെർഫോം ലൈക്ക് ഹ്യൂമൻ ബീങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ കഴിയും. അതായത് ഇതിനുള്ളിൽ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരുപാട് സൊല്യൂഷൻസ് അതിനുള്ളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനനുസരിച്ചുള്ള തിങ്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വരുന്നത് നോളജ് ബേസ്ഡ് സിസ്റ്റം. ആൻ എക്സ്പേർട്ട് സിസ്റ്റം ഈസ് എ നോളജ് ബേസ്ഡ് സിസ്റ്റം. It represents knowledge in rules and frames. The rules and frames used to draw the inference. അതായത് ഇത് നോളജ് ബേസ്ഡ് സിസ്റ്റമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ നോളജിൻ്റെ ബേസിലായിരിക്കും ഇത് വർക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്പിൾ ഹൈപ്പോത്തിസിസ് നിങ്ങൾ QT പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, അതിന് 2, 3, 4 വേരിയബിൾസ് ഉണ്ടാവും. അതിൽ ഏതാണ് കറക്റ്റ് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് പോകും. അതുപോലെയാണ് എക്സ്പേർട്ട് സിസ്റ്റം. മൾട്ടിപ്പിൾ ഹൈപ്പോത്തിസിസ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും, അതിൽ ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരും. നെക്സ്റ്റ് വരുന്നത് സ്പെസിഫിക് ടാസ്ക്. ഇത് നോട്ട് ജനറൽ എക്സ്പെർട്സ് സോൾവ് ഓൾ ദ പ്രോബ്ലംസ് ഇൻ ആൻ ഓർഗനൈസേഷൻ, യൂസ്വലി പെർഫോം ലിമിറ്റഡ് ടാസ്ക് ആൻഡ് ക്വിക്ക്ലി ടു ഹ്യൂമൻ എക്സ്പെർട്സ്.
ഹ്യൂമൻ എക്സ്പേർട്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സിസ്റ്റമാണത് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പണൻസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം. എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് 4 കോമ്പണൻസ് ആണുള്ളത്. ആ കാണുന്ന 4 കോമ്പണൻസ്. ഒന്ന് ഹാർഡ്വെയർ റിസോഴ്സാണ്. ഹാർഡ്വെയർ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ കമ്പ്യൂട്ടേഴ്സാണ്, സാധാ വർക്ക് സ്റ്റേഷൻ കമ്പ്യൂട്ടർ. രണ്ടാമത്തെ സോഫ്റ്റ്വെയർ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻ്റർഫേസ് സോഫ്റ്റ്വെയർ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് നോളജ് ബേസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോളജ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഫുൾ ഡീറ്റെയിൽസ് അതിനുള്ളിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ്. അപ്പോൾ നമ്മൾ അതിന് കൊടുത്ത പ്രോഗ്രാമിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, അതിങ്ങോട്ട് തിരിച്ച് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. പ്ലസ് നാലാമത്തെ പീപ്പിൾ റിസോഴ്സ്. പീപ്പിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ്റെ എഫേർട്ടും കൂടി ഇതിലുണ്ട്. ഡാറ്റ അങ്ങോട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു എക്സ്പേർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. ഒന്നാമത്തെ ഹാർഡ്വെയർ വേണം, അതായത് കമ്പ്യൂട്ടർ വേണം. രണ്ടാമത്തെ സോഫ്റ്റ്വെയർ വേണം. മൂന്നാമത്തെ നോളജ് ബേസ് വേണം. നോളജ് ബേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡാറ്റാസ് നമ്മൾ അതിൽ എൻ്റർ ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് പീപ്പിൾ റിസോഴ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റമാണ്. അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വൈഡായിട്ടുണ്ട്. അഡ്വാൻറ്റേജും ലിമിറ്റേഷനൊക്കെ ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിലിറ്റി. എക്സ്പേർട്ട് സിസ്റ്റം ആർ അവൈലബിൾ ഈസി ഡ്യൂ ടു മാസ് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർ. വളരെ എളുപ്പത്തിൽ എക്സ്പേർട്ട് സിസ്റ്റം അവൈലബിൾ ആക്കാൻ പറ്റും. ചീപ്പറാണ് കമ്പയർഡ് ടു മറ്റ് സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് ഈ എക്സ്പേർട്ട് സിസ്റ്റം വളരെ ചീപ്പാണ്. റിസ്കി എൻവയോൺമെൻറ്റ്. ഇറ്റ് ക്യാൻ ഓൾസോ യൂസ് റിസ്കി എൻവയോൺമെൻറ്റ് വെയർ ദ ഹ്യൂമൻ കനോട്ട് വർക്ക് വിത്തിൻ. അതായത് ചില മനുഷ്യന് എത്തപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ വായു സഞ്ചാരമൊക്കെ കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സോഫ്റ്റ്വെയറിനെ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എങ്ങനെ പ്രോബ്ലം സോൾവിങ് അതിനെ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അതായത് മനുഷ്യൻ്റെ അഭാവത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എക്സ്പേർട്ട് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അതിന് ഡിസൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും. പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോളജ് വിൽ ലാസ്റ്റ് ലോങ് ഐഡൻറ്റിഫൈ. നോളജ് ബേസ്ഡ് സിസ്റ്റമാണ്, അതിനനുസരിച്ച് അവർ പെർഫോം ചെയ്യും. നെക്സ്റ്റ് മൾട്ടിപ്പിൾ എക്സ്പെർട്ടൈസ്. ഇറ്റ് ക്യാൻ ബി ഡിസൈൻ ടു ഹാവ് എ നോളജ് ടു മെനി എക്സ്പേർട്സ്. ഒരുപാട് എക്സ്പേർട്സിൻ്റെ നോളജ് ഉപയോഗിച്ചിട്ടാണ് എക്സ്പേർട്ട് സിസ്റ്റം എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. എക്സ്പ്ലനേഷൻ. എക്സ്പേർട്ട് സിസ്റ്റം എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള റീസണിങ് അത് കൊടുത്തിരിക്കും. അതേപോലെ വളരെ ഫാസ്റ്റ് ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും അതിനുണ്ടായിരിക്കുക. അതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജാണ്. അൺഇമോഷണൽ ആൻഡ് റെസ്പോൺസ് അറ്റ് ഓൾ ടൈം. മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് അൺഇമോഷണൽ. അതായത് നിങ്ങൾ ക്ലാസ്സിൽ കഴിഞ്ഞ് പറയില്ലേ, സാറേ ഇന്നിപ്പോൾ ഒരു മൂഡില്ല, ഇന്ന് വേണ്ടെന്ന് പറയില്ല. അങ്ങനെയൊന്നും എക്സ്പേർട്ട് സിസ്റ്റം കമ്പ്യൂട്ടർ പറയില്ല. ഏത് സമയത്തും 24/7 അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യും. അതാണ് എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇറ്റ്സ് എ നോളജ് ബേസ്ഡ് റിസോഴ്സാണ്. നോളജ് അത് ഒരുപാട് നോളജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണിത് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നോട്ട് സോൾവ് ജനറൽ പ്രോബ്ലംസ്. ഒരു കമ്പനിൻ്റെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ എക്സ്പേർട്ട് സിസ്റ്റം ഓക്കെ അല്ല. നോട്ട് സൂട്ടബിൾ ടു സോൾവ് പ്രോബ്ലംസ് വിച്ച് ഇസ് റിക്വയർഡ് ബ്രോഡ് നോളജ് ആൻഡ് സബ്ജക്റ്റീവ് തിങ്. അതായത് നമുക്ക് ഒരു കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനും അപ്പുറത്ത് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണ ഒരു സിസ്റ്റത്തെ ഒരിക്കലും ഈ എക്സ്പേർട്ട് സിസ്റ്റം ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ഹ്യൂമൻ തന്നെ വേണം. പിന്നെ അതുപോലെ ഡെവലപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇത് മൂന്നാമത്തെ MIS ആണ്, മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ആ പേരിൽ തന്നെ മനസ്സിലാവും, റിപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. Management reporting system provides various reports to the management for decision making process. Reports are generally given on request or periodically. In exceptional cases, urgent one-time reports are also produced. Managing an institution depends strongly on the flow of information and decision makers at various levels. The issues grows the both significance and complexity as a scale of institutional development or increase the layer of the management. Timely and appropriate information essential for the management functions. വളരെ സിമ്പിളാണ്. മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ത്. അതായത് അവിടെ നടന്നിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും റിപ്പോർട്ടുകളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും സെയിൽസ് റിപ്പോർട്ടായിട്ടും പർച്ചേസ് റിപ്പോർട്ടായിട്ടും എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് നടന്നിട്ടുള്ളത്
അതൊക്കെ സ്പെസിഫിക് റിപ്പോർട്ട്സായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വീക്കിലിയോ മന്ത്ലിയോ അതല്ലെങ്കിൽ ഇയർലിയോ 6 മാസം കൂടുമ്പോഴോ എപ്പോഴെങ്കിലുമാണ് ഈ സാധാരണ രീതിയിൽ MRS വർക്ക് ചെയ്യുക, മാനേജ്മെൻറ്റ് റിപ്പോർട്ട് സിസ്റ്റം ആവശ്യമുള്ളത്. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ട് പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടണമെന്ന് വന്നു കഴിഞ്ഞാലും ആ സമയത്തും റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ ഈ സോഫ്റ്റ്വെയർ റെഡിയാണ്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഡെവലപ്ഡ് ബൈ പ്രൊഫഷണൽസ്. MIS professionals usually design the MRS rather than the end user using the life cycle oriented development of methodology. They are usually developed by information system professional and not by the end users. അതായത് ഈ MRS ഡെവലപ്പ് ചെയ്യുന്നത് MISൻ്റെ പ്രൊഫഷണൽസ് ആണ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ ലാർജ് ആൻഡ് കോംപ്ലക്സ് ഡാറ്റാസാണ് ഇതിലുണ്ടായിരിക്കുക. ഓക്കെ, നമ്പർ ഓഫ് സിസ്റ്റംസും ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായി. MRS എന്ന് പറഞ്ഞ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പനിയിലെ എല്ലാ സിസ്റ്റവും ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. നോൺ ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ്സ്. MRS built the situation where the information requirement is reasonable, well known and expected to remain relative and stable. This limits the information flexible of MRS but ensure that the stable information environment exists. വളരെ സിമ്പിളാണ്. അതായത് ഇതിന് ഒരുപാട് ഇൻഫർമേഷൻ അറിയേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നോ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്. MRS do not directly support the decision making process in search of alternative solution problem. അതായത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് MRSനെ സമീപിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. MRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ല, ഡിസിഷനെ ഹെൽപ്പ് ചെയ്യുന്ന, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണത് MRS എന്ന് പറഞ്ഞാൽ. ഫോക്കസ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് റിപ്പോർട്ടിംഗ്. MRS മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പാസ്റ്റ് കഴിഞ്ഞു പോയതും പ്രസൻ്റ് ആയിട്ടുള്ള കമ്പനീൻ്റെ റിപ്പോർട്ടുകളാണ് ചെയ്യുന്നത്. ലിമിറ്റഡ് അനാലിറ്റിക്കൽ ക്യാപ്പബിലിറ്റീസ്. MRS റിപ്പോർട്ടുകൾ മാത്രമാണ് പ്രിപ്പയർ ചെയ്യുക, അതിനെ അനലൈസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് നമുക്ക് തരില്ല. അനാലിറ്റിക്കൽ ക്യാപ്പബിലിറ്റി വളരെ കുറവാണ്. നെക്സ്റ്റ് വരുന്നത് റിപ്പോർട്ട് ഓൺ ഇൻറ്റേർണൽ ഓപ്പറേഷൻസ്. ഇത് മേജർ ഫോക്കസ് ചെയ്യുന്നത് കമ്പനീൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ഡാറ്റാസ്, ഇൻറ്റേർണലായിട്ടുള്ള റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ്. MRS ലാർജ്ലി റിപ്പോർട്ട് ഓൺ ഇൻറ്റേർണൽ കമ്പനി ഓപ്പറേഷൻ റാദർ ദാൻ റിപ്പോർട്ടിംഗ് ദ എക്സ്റ്റേണൽ ഇൻഫർമേഷൻ. പുറത്തുള്ള ഇൻഫർമേഷനേക്കാളും കൂടുതൽ MRS ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇൻറ്റേർണലായിട്ടുള്ള ഡാറ്റാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് ഇൻറ്റേർണലായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സുകളാണ്. 3 ടൈപ്പ് റിപ്പോർട്ടുകളാണുള്ളത്. ഒന്നാമത്തെ റിപ്പോർട്ട് ഷെഡ്യൂൾഡ് പീരിയോഡിക് റിപ്പോർട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, റിപ്പോർട്ട് MRS വർക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ ദിവസത്തിലാവാം, ആഴ്ചയിലാവാം, മാസത്തിലാവാം, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത ടൈമിനുള്ളിലാണ് നമുക്ക് റിപ്പോർട്ടുകൾ തരുന്ന ഇതെന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ പീരിയോഡിക് റിപ്പോർട്ട്സ് എന്ന് പറയും. രണ്ടാമതാണ് എക്സെപ്ഷൻ റിപ്പോർട്ട്സ്. എക്സെപ്ഷൻ റിപ്പോർട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺലി when the exceptional situation occurs and containing only the information regarding those conditions. അതായത് എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് തന്നെ ഉണ്ട്, എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും വേണ്ടതല്ല, ഒരു സ്പെഷ്യൽ കേസിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ക്രിയേറ്റ് സമയത്ത് ആ റിപ്പോർട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, എക്സെപ്ഷൻ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ റിപ്പോർട്ട് ഡിമാൻഡ് ഓർ അഡ്ഹോക് റിപ്പോർട്ട് എന്ന് പറയും. Adhoc report are non-routine reports that often contain specific information that is not included in the routine report. The ability of manager is request to demand report screen out of needed. The enhanced and flexible of MRS use give the end users the capability to request the information and format best suited for its need. Query language provided DBMS makes accessible of demand report. Adhoc report പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില മാനേജേഴ്സ് ചില സ്പെസിഫിക് ഏരിയയിൽ ചില സ്പെസിഫിക് റിപ്പോർട്ടുകൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിൻ്റെ സെയിൽസ് റിപ്പോർട്ട് മാത്രം എടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനെ ഫോക്കസ് ചെയ്തിട്ട് അവൻ്റെ റിപ്പോർട്ടുകൾ മാത്രം ഒരു സമയത്ത് എടുക്കുക. അപ്പോൾ ആ സംഭവമാണിത് അഡോക് റിപ്പോർട്ട്. അതായത് എന്തെങ്കിലും ഒരു ഡിമാൻഡ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് ആ ഡിമാൻഡ് എന്താണോ അതിനനുസരിച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്, അഡോക് റിപ്പോർട്ട് എന്ന് പറയും. ഇനി MRSൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫാസ്റ്റ് ആൻഡ് എഫക്റ്റീവ് റിപ്പോർട്ട് ജനറേഷനാണ്. വളരെ ഫാസ്റ്റായിട്ട് എഫക്റ്റീവായിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് MRS. ഇംപ്രൂവ് പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. സ്വാഭാവികമായിട്ട് നല്ല റിപ്പോർട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ
ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ടിവിറ്റി കൂടും. ഇമ്പ്രൂവ് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. നല്ല റിപ്പോർട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ, ആപ്റ്റായിട്ടും വളരെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കപ്പാസിറ്റി കൂടും. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, നമുക്ക് നല്ല കോമ്പീറ്റൻസ് കിട്ടും. ഇത്രയാണ് ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ MISഉം അതിൻ്റെ ക്ലാസ്സുകളുള്ളത്. അതിൻ്റെ 6 ടൈപ്പ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.